എന്താ ഭാസ്കേട്ടാ, വിവരം വല്ലതും? തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. തീരാണ്ട് നിൽക്കൂ, വെട്ടി കീറി കളഞ്ഞില്ലേ? 18 വെട്ടാ. സത്യാണോ മോളെ? കൊളക്കടവിൽ എല്ലാരും പറയണോ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോയ വഴിക്കാ? എന്റെ ഈശ്വര, അപ്പൊ തോന്നിയൊരിതില് ഞാൻ എന്താ പറഞ്ഞത്? അറം പറ്റിയ വാക്കായി പോയി അല്ലേ ചേച്ചി? ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്നു കരുതി പറഞ്ഞതല്ലോ. എന്നാലും ചേച്ചിയുടെ നാക്കേറ്റ പോലെ ആയിപ്പോയി. മോളെ അനു, അച്ഛൻ അറിഞ്ഞോ? കേട്ടു. അവനോൻ ചെയ്യണേന്റെ ഫലം ആരായാലും അനുഭവിച്ചേ പറ്റൂ, ഇല്ലേ അച്യുതാ? പിന്നല്ലാതെ. ഈ ബോംബെയിലേക്കുള്ള ദാതാന്മാരുടെ കാര്യം തന്നെ എടുത്താ തന്നെക്കാൾ പോകുന്നിടത്തിന് രംഗത്തെത്തുന്ന ദിവസം പഴയ ആള് തീർന്നു. ഏതു മരവും ഒരു ദിവസം വീണല്ലേ പറ്റൂ. ചെയ്തു കൂട്ടിയ ദുഷ്ടതയ്ക്ക് കിട്ടി എന്ന് കൂട്ടിയാ മതി. ഞാനിന്ന് പോവാ. വിഷമിക്കണ്ട, അടുത്ത ആഴ്ച വരും. എന്താ കൊണ്ടുവരണമെന്ന് വെച്ചാ പറയാ, മടിക്കണ്ട. പട്ടുസാരിയോ സെന്റോ എന്താണെച്ചാ. ദേവി, മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ശപിച്ചിട്ടുമില്ല. കേട്ടതൊന്നും സത്യാവരുതേ. ഒരു ചുറ്റുവിളക്ക് തെളിയിക്കാം. ജീവൻ കൊടുക്കണേ എന്റെ ഭഗവതി, ഇല്ലെങ്കിൽ ഈ ജന്മം എനിക്ക് സ്വസ്ഥത കിട്ടില്ല. ജീവൻ പോയിന്നും ഇല്ലാന്ന് 2 വർത്താനമുണ്ട്. ഏഴിലക്കരക്കാരുടെ നാക്കല്ലേ, ചത്തല്ലെങ്കിലും പറഞ്ഞു കൊല്ലും. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കെ. മെഡിക്കൽ കോളേജിൽ പോയി കണ്ടുവന്ന അടിയോടിയാ പറഞ്ഞത്. ജീവനുണ്ട് മാത്രമല്ല, പരിക്കൊന്നും അത്ര സാരമുള്ളതും അല്ല. അത് അങ്ങനെ ചാവുന്നത് അടിയൊന്നും അല്ല, തലയർത്തിട്ടാ കൂടും. അതാ എനം. ആ ശേഖരൻ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എനിക്ക് ഇനി ഇങ്ങനെ പതുങ്ങിയിരിക്കാൻ. അയാൾ പണം വാരി വിതറിക്ക. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ സാക്ഷികളില്ലത്രേ. ഇനി ശേഖരന്റെ കാലായിരിക്കും വരാൻ പോകുന്നത്. ചിലപ്പോ ഈ കേസിൽ നമ്മൾ അകത്തായിക്കൂടാന്നില്ല. ഏതായാലും കുറച്ചു ദിവസം കൂടി നമ്മൾ മാറി നിൽക്കാൻ നല്ലത്. അയാളുടെ പേര് കേട്ടാ കടിച്ചു കീറാൻ വരുന്ന ഭാനുവേച്ചിയാ ഇപ്പൊ ഇങ്ങനെ മാറിയത്. ഒരു താല്പര്യത്തിന്റെയും പുറത്തല്ല. അന്ന് അങ്ങനെ പറഞ്ഞു പോയതില് എനിക്ക് അത്ര കുറ്റബോധം ഉണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു എന്താ അമ്പലത്തിലെ വിശേഷം എന്ന്, ഒന്നും പറഞ്ഞില്ല. അച്ഛനാകെ മാറിയിരിക്കണു. അച്യുതേട്ടന്റെ സ്വത്തുകാവലും കൈകാര്യവും ഇപ്പൊ പഴയ ആളെയല്ല. എന്തൊക്കെയോ കണക്കുകൂട്ടില്ല അച്ഛന്. അച്യുതേട്ടൻ വെറുതെ അല്ല ഈ സഹായമൊക്കെ ചെയ്യണത്. അത് അയാളുടെ കയ്യിലിരിക്കേയുള്ളൂ. ഭാനുവിനെ അറിയില്ല, അയാൾക്കും അച്ഛനും. നാളെയല്ലേ മൂപ്പര് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നത്? എത്ര വേഗ ദിവസങ്ങൾ പോയത്. മംഗലശ്ശേരിക്കാ വന്നുല്ലേ? ഇനി ശേഖരന് പോവാ, ആസ്പത്രിയിലേക്കല്ല. നീലകണ്ഠൻ ഒരു സാവകാശമില്ലാത്ത ആളാ. ഇന്ന് തന്നെ വല്ലതും നടക്കും. ദാസുട്ടി, അകത്തേക്ക് കിടത്തിക്കോളൂ. വേണ്ട, വയ്ക്കോളൂ. എന്നിട്ട് വിവരം അറിയാൻ കാത്തു നിൽക്കുന്നവരോട് പറഞ്ഞേക്ക് പാതി ചത്തുന്ന്. ഇടത്തെ കൈയും ഇടത്തെ കാലും. അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട. വരേ. പടിഞ്ഞാറ്റ മുറിയില് കുപ്പി ഉണ്ടാവും, ഒന്നിങ്ങെടുക്കൂ. ഇത്തിരി വെള്ളവും. പടിഞ്ഞാറ്റയിൽ നിന്നല്ല, ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല. ഇനി ഈ തൊടിയിൽ കള്ള് കയറ്റുന്ന കാര്യം പറയണ്ട, അത് നടക്കില്ല. ആഹാ, ഒറ്റ ചവിട്ടേ വെച്ചേരും. ചവിട്ടാലോ? ഓ, നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ. എനിക്കത് അറിയാമല്ലേ അല്ലേ? നീല, എന്നോട് ദേഷ്യം തോന്നിയാലും സാരില്ല.
വൈദ്യർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നേരാമണ്ണം പത്തി നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും. എഴുന്നേറ്റ് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. ഇന്നേ വരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ പറയണത് കേൾക്കുക. എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകയായിരുന്നല്ലോ വാര്യരെ. പിതൃത്വം മറച്ചു വെച്ച് അമ്മ, കഴുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ, അല്പപ്രാണൻ തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ, കാരുണ്യം കൊണ്ട് കരൾ കുത്തി പറിക്കുക. ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാര്യരെ ചെയ്തത്? അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത്? എങ്കിൽ എനിക്ക് വയ്യ വാര്യരെ, ഇനി ഒന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല. വാര്യരെ, എന്ന് തൊട്ടോ താൻ എന്റെ കൂടെ ഇല്ലേ? ഇന്ന് വരെ ഞാൻ തന്നെ ഒരു അന്യനായി കരുതിയിട്ടുണ്ടോ? ഒരു സുഹൃത്തിന്റെ കൂടപ്പിറപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ? തരാൻ മടിച്ചിട്ടുള്ള ഒരൊറ്റ അധികാരമേ ഉള്ളൂ, ഒരച്ഛന്റെ. പിഴച്ചു പെറ്റ എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണാം. എന്നിട്ടൊരച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കാവോ? ഈ ജന്മം ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം. ഇല്ല, ഒന്ന് വേഗം ആട്ടടോ. തീർത്തിട്ട് തെക്കാൻ കണ്ടത് കപ്പാണുള്ളതാ. ഓ ആ, കാലം ഒരുപാടായി നീ ഒരു മോഹമായി മനസ്സിൽ കയറിയിട്ട്. അമ്മാവനും മരുമോനും കൂടി ഒരേ പാത്രത്തിൽ നിന്ന് അതൊരു സുഖമല്ലല്ലോ എന്ന് കരുതി മാറി നിന്നതാ. പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? പണമായിട്ടോ അതോ പറമ്പോ പാടമോ? എത്ര ഏക്കർ വേണം? ഒരു നിർബന്ധമേ ഉള്ളൂ, ഞാൻ മടുത്ത് അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ മാത്രമേ പാടുള്ളൂ. ശേഖര, അസമയത്തൊന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നത് ഇരിക്കാൻ ക്ഷണിച്ചതും നിന്റെ കേമത്തരം കണ്ടിട്ടല്ല, എന്റെ മാന്യത. മുഖം കറുത്ത് എന്തെങ്കിലും പറയാൻ ഇടവരുത്താതെ പോവാൻ നോക്ക്. വേണ്ട, നാട്യമൊന്നും എന്റെ അടുത്ത് വേണ്ട. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഈ ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരനായിരിക്കണം. അതിന് യോഗ്യം ഞാൻ തന്നെ ഉള്ളൂ. യോഗ്യത? നീലകണ്ഠന്റെയും നിന്റെയും പേര് കൂട്ടി പറയാൻ നീ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ശേഖര. ഞാൻ വഴങ്ങിയിട്ടുണ്ട് നീലകണ്ഠന്റെ മുമ്പിൽ. തേടി വന്നതല്ല, ആ പൗരുഷത്തിന്റെ മുന്നിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നു. ഒടുവിൽ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിസ്സഹായാവസ്ഥയിൽ രക്ഷകനായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ. ദുരുദ്ദേശത്തോടെയാണെങ്കിലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഈ നിലയിൽ രണ്ടു കാലം നിവർന്നു നിൽക്കാൻ കഴിയാത്തന്റെ വീരം പറയുന്നു. ചത്താലം തീരില്ലേ അവന്റെ മഹത്വം? ഓർമ്മ വെച്ച നാള് തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട്. കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്ത് അമ്പലക്കുളത്തിൽ മുങ്ങാങ്കുഴിയിടുമ്പോ എന്നെ തോൽപ്പിക്കാനായി എന്നും അവനുണ്ടായിരുന്നു. ഇപ്പോ നിന്റെ രൂപത്തിൽ അവൻ എന്നെ ജയിക്കുകയാണ്. ഇല്ല, അവന്റെ നാശം, ഇഞ്ചിഞ്ചായി ചതഞ്ഞുള്ള അവന്റെ മരണം കാട്ടിത്തരാൻ നീ അടക്കമുള്ള എല്ലാവർക്കും. ഇനി എനിക്കത് വ്രതമാണ്. നോക്കിയോ? വൈദ്യരെ, വല്ല ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അതോ പോക്ക് തന്നെയാണോ? ആദ്യം വേണ്ടത് വിശ്വാസ. വൈദ്യത്തിലും വൈദ്യനിലും. എനിക്കൊന്നിലും വിശ്വാസമില്ല. അത് വേണം. മനസ്സും കൂടെ മരുന്നിന്റെ ഒപ്പം പ്രവർത്തിക്കണം. ആദ്യം ഈ നിരാശ അങ്ങോട്ട് മാറ്റുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, താൻ പ്രസംഗിക്കണ്ട. തനിക്ക് എല്ലാത്തിനും ഉണ്ടല്ലോ ഓരോ ന്യായീകരണങ്ങള്. അതെ, എന്നെ തിന്നാൻ വന്നോളൂ. ആരാ അത്? നീലാണ്ട, ഞാനാടാ ശേഖരൻ. നീ ചത്തിട്ടില്ലെന്നറിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനായത്. ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓരോന്ന് എണ്ണി പറഞ്ഞു ഞാൻ കുത്തും.
എന്നിട്ട് ഇഞ്ചിഞ്ചായി. ഇല്ല, കൊല്ലില്ല. പകുതി ചത്ത നിന്നെ കൊല്ലുന്നതിൽ എന്താ രസം? ചികിത്സ നടക്കട്ടെ, ഞാൻ കാത്തിരിക്കാം. 2 കാലയിൽ എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നിന്നെ ഞാൻ എന്റെ അടുക്ക വരുത്തും. നീ എന്താടോ ഒന്നും മിണ്ടാത്തത്? എന്താടോ കളവോ തന്റെ മുഖത്തൊരു കടുപ്പം? എന്നെ അങ്ങ് കടിച്ചു കയറി കളയുമെന്ന് തോന്നുന്നുണ്ടോ? കണ്ട നിർത്തടാ ചട്ടേ. ഓ, അപ്പൊ നിന്റെ നാക്ക് ഇറങ്ങിയിട്ടില്ലല്ലേ? ഇല്ലടാ നായിന്റെ മോനെ. കിടക്കടാ, ഉണക്കാണ്ട് കിടക്ക്. ഓ, ഇയാളോ? മരണം 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 ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ നിരാശയോ അതോ ഈ കിടപ്പ് കാണുമ്പോഴുള്ള സന്തോഷോ? എന്താ ഇപ്പൊ മനസ്സിലെ? രണ്ടായാലും ജയം തന്നെ. നീലകണ്ഠന്റെ മേൽ ജയം. കുറച്ചുകൂടെ അടുത്തേക്ക് വരാം, വേണമെങ്കിൽ ഒന്ന് കാറ് തുപ്പാം. എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ? സത്യമല്ലേ പറഞ്ഞുള്ളൂ വാര്യരെ. നീലകണ്ഠൻ ദ്രോഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ മുന്നിലല്ലേ ഈ കുട്ടി? ഞാൻ പോകുന്നു വാര്യമാവ. വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. ചികിത്സ നടക്കുന്നു. തെറി കേട്ടാലും പത്യം തെറ്റിക്കാതെ ഞാൻ കൊണ്ടുപോകണം. ഇപ്പോഴാണല്ലോ എനിക്ക് അനുസരിപ്പിക്കാൻ കഴിയണത്. മുറിവുകളൊക്കെ കുറച്ച് ഭേദമായതായിരുന്നു. പക്ഷേ ഇന്ന് പിന്നെയും. എന്നോടൊരു വാക്ക് ചോദിക്കാതെ നീ എന്തിനവിടെ പോയി? മുമ്പ് അവിടെ പോയിട്ടുള്ളതെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിനായിരുന്നല്ലോ. ഇപ്പോ എന്റെ ഇഷ്ടത്തിനും കൂടി പോണം തോന്നി. ഭാനു, പ്രായം തികഞ്ഞ ഒരു പെണ്ണാണ് നീ. ആ ആഭാസൻ പ്രായം ചെന്ന 2 പെൺകുട്ടികളെയും കൊണ്ട് അച്ഛൻ ഈ പറയുന്ന ആഭാസന്റെ അവിടെ പാർക്കാൻ ചെന്നിരുന്നു. എന്നിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ തീരെ ഭയക്കണ്ട. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്തൊരു മനുഷ്യനാണ് അയാൾ ഇന്ന്. തർക്കുത്തരം വേണ്ട. അച്ഛൻ എങ്ങനെ കഴിയുന്നു ഇങ്ങനെയൊക്കെ മാറാൻ? പോയി കണ്ട് വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് അച്ഛനല്ലേ? അച്ഛനല്ലേ അയാളുടെ ഔദാര്യങ്ങൾ പറ്റിയിട്ടുള്ളത്? ഉണ്ട ചോറിനുള്ള നന്ദി അതെങ്കിലും കാട്ടണ്ടേ അച്ഛാ? വേറൊരുത്തന്റെ ഔദാര്യത്തില് ഇപ്പൊ 3 നേരം സുഭിക്ഷയായിട്ട് കഴിയാന്ന് വന്നപ്പോ എല്ലാം മറന്നു. മതി പ്രസംഗിച്ചത്. ഇനി ഞാൻ അറിയാതെ നീ എവിടെ പോകരുത്, മനസ്സിലായോ? ആ അച്യുതൻ എങ്ങാനിത് അറിഞ്ഞാൽ പിന്നെ എങ്ങനെ ഞാൻ അവന്റെ മുഖത്ത് നോക്കും? ഇനി പോണെന്ന് കരുതിയതല്ല. പക്ഷേ അച്ഛൻ വാശിയിലാണെങ്കിൽ ഞാൻ പോവും. അതിന്റെ പേരിൽ ആരുടെങ്കിലും മുഖത്ത് നോക്കാൻ അച്ഛന് വിഷമം ഉണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഞാൻ പോവും. താനോ? താൻ വരരുതായിരുന്നു. അച്ഛനെ മുഷ്ടിലുണ്ടാക്കി. എന്തിനാ? അതുകൊണ്ട് എന്താ കാര്യം? എന്തിന്? എന്ത് കാര്യത്തിന്? ഒന്നും ചിന്തിച്ചില്ല. വരണമെന്ന് തോന്നി വന്നു. ഇഷ്ടായിലേക്ക് പോവാം. എനിക്ക് ആരുടെ ഇഷ്ടക്കേട് വാങ്ങണമെന്നില്ല. ഇഷ്ടക്കേടോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഭാനു എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചെയ്ത തെറ്റുകൾ താൻ പൊറുത്തു എന്നല്ല ഞാൻ കണക്കാക്കേണ്ടത്. അതിലെനിക്ക് സന്തോഷമാണുള്ളത്. പക്ഷേ പിന്നിട്ട കാലത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ്. അപ്പോ എന്നെ കാണാൻ വരിക, സ്നേഹമോ കാരുണ്യമോ ഒരു നോട്ടത്തിലൂടെയെങ്കിലും എനിക്ക് തരിക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വര കോപം ഉണ്ടാവും. താൻ വെറുതെ പാവം വലിച്ച് തലേ കയറ്റണ്ട. ഞാൻ അറിഞ്ഞിരുന്നത് ഇയാളിന് ബലമുള്ളൊരു ശരീരം മാത്രമല്ല, അതിൽ ഉറപ്പുള്ളൊരു മനസ്സും ഉണ്ടെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു, പാതി ചത്തു എന്ന് പറയുന്ന ശരീരത്തിനുള്ളിൽ മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന്. അതിനനുവദിക്കരുത്.
മനസ്സിന്റെ ധൈര്യം വീണ്ടെടുത്താൽ പിന്നെ നടക്കാൻ കാലുകൾ വേണ്ട. ക്ഷമിക്കണം, ഞാൻ ഉപദേശിക്കല്ല. അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഭാനുമതി. എനിക്ക് തിരിച്ചും ഈ ഭാര്യർ എവിടെ പോയി കിടക്ക? ഭാനുവിന് ഇന്ന് ശരിക്ക് വഴക്ക് കേൾക്കും. ഏയ്, കറണ്ടും വന്നില്ലല്ലോ. എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ സംസാരിച്ചിരിക്ക, അതാ നല്ലതെന്ന് തോന്നാ. ഭാര്യരായിരിക്കും. ഭാര്യമാനല്ല. പിന്നെ ആരാ അവിടെ? ആ, വന്നു അല്ലേ തെമ്മാടി? ഇങ്ങോട്ട് കയറി വരിക, തന്നെ ഒന്ന് കാണട്ടെ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രമുണ്ട്. അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നു പോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ. പെരിങ്ങോടാ, തനിക്ക് തരാൻ, തന്നോട് പറയാൻ എന്റെ ഒന്നുമില്ലടോ നീലകണ്ഠ. നാവാമുകുന്ദന് കൊടുത്തതിന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട്, അതിന്നാ സ്വീകരിക്കുക. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കണം എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസതീർഥ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. പോയി അല്ലേ? ഹൃദയം നിറയെ സ്നേഹം മാത്രം കൊണ്ട് നടക്കുന്ന താൻ തോന്നി. ഭാനുമതി, ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒച്ചയും അനക്കവും ഇല്ലാതെ നടന്നെത്തി എന്നെ കൊണ്ടുപോകാൻ മരണമെത്തുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം. ഭാനു, ആ ചിലങ്ക വീണ്ടും കെട്ടണം. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, മുമ്പ് ഞാനത് ആവശ്യപ്പെട്ടപ്പോ നീ പറഞ്ഞത് എന്റെ മരണശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ്. ഇപ്പോ മരിച്ചതിന് തുല്യമല്ലേ? പഴയ നീലകണ്ഠൻ മരിച്ചു. ഈ ശരീരം ഒരു പാഴ് വസ്തുവാണ്, ജീവിച്ചിരിക്കുന്നതിന് തെളിവായി ഒരു സ്മാരകം മാത്രം. മറുത്തു പറയരുത്. എന്നോട് കാണിക്കുന്ന ഒരു ദയ, ഒരു പാവത്തിൽ നിന്നെങ്കിലും മുക്തി കിട്ടാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. ഞാൻ കരുതിയത് അച്ഛൻ അറിയുമ്പോ വലിയ സന്തോഷാവുന്ന.
അച്യുതേട്ടന്റെ കാര്യസ്ഥ പണി തുടങ്ങിയ പിന്നെ അച്ഛന് തേങ്ങയുടെയും ചക്കയുടെയും കണക്കെന്നേ ഉള്ളൂ. നൃത്തവും സംഗീതവും ഒക്കെ മറന്നുപോയി. നിനക്ക് സന്തോഷായോ? എനിക്ക് തൃപ്തിയായി. ചേച്ചി നൃത്തം തുടങ്ങിയാൽ മാത്രമല്ല, മൂപ്പര് തന്നെ അതിന് കാരണക്കാരനായല്ലോ എന്ന് ഓർക്കുമ്പോ. വെറുതെ ഒരു ശ്രമം നടത്തിയതാ. ഭാനു ഇരിക്കൂ. പണിക്കർ സാറിനെ ഒന്ന് അറിയിക്കായിരുന്നു. അറിയിച്ചു കഴിഞ്ഞല്ലോ. ഭാനു എന്താ കരുതിയത്? മറുപടിയും വന്നു. അദ്ദേഹം വരുന്നുണ്ട്. ആ, കൂടെ ഡൽഹിയിൽ എന്റെ സുഹൃത്തായ CS ഉണ്ട്. അയാൾ നാഷണൽ TVക്ക് വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട്. കേരളത്തിൽ വെച്ചാ എന്റെ ഷൂട്ടിംഗ്. ഭാനുവാ ആ പരിപാടിയുടെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത്. എങ്ങനെ? ഇത്രയൊന്നും പെട്ടെന്ന്. എന്താ കരുതിയത് നീലകണ്ഠനെ കുറിച്ച്? ഞാനിവിടെ വെറുതെ ഇരിക്കാന്നാ? എഴുന്നേൽക്കണോ? അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ല. ഞാൻ സഹായിക്കാം. പ്രയാസാവും. ശ്രമിക്കാലോ. ഇനി ആ വീൽ ചെയറിനടുത്തേക്ക്. പുതിയ ജന്മമല്ലേ, അപ്പോ പിച്ച വെച്ച് നടന്നു പഠിക്കണം. ഒരുപാട് വീണാലല്ലേ നടക്കാനാവൂ. കണ്ടിട്ടില്ലേ കുട്ടികളെ? എന്താ ഈ കാട്ടണത് നീല? എനിക്ക് താൻ എവിടായിരുന്നു? പൊറുതി മുട്ടിയിരിക്കുക ശേഖരന്റെ ആൾക്കാരെ കൊണ്ട്. പുഴക്കരപ്പറമ്പിൽ ഒരൊറ്റ നാളികേരമില്ല. എന്തിനും ഇപ്പൊ അവറ്റയ്ക്ക് ധൈര്യം ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു തൂണ് പോലെ 4 എണ്ണം. സ്വന്തം തടി നോക്കി എവിടെങ്കിലും ഒളിച്ചിരിക്കാവും. അവരെ എന്തിനാ കുറ്റം പറയുന്നത്? കണ്ട കാല് തല്ലി ഓടിക്കുന്നല്ലേ അവന്റെ ഭീഷണി. ഞാനൊരു പെറ്റീഷൻ കൊടുത്താലോ എന്ന് വിചാരിക്കുക. പോലീസുകാർക്ക് ഇത്തിരി ചില്ലറ കൊടുത്താലും വേണ്ടില്ല. വേണ്ട, എന്തെങ്കിലും ആവട്ടെ. ഇനിയും വേണ്ട വഴക്കും വക്കാണോ. ഞാനെല്ലാം മറക്ക മനഃപൂർവ്വം. മറന്നേ പറ്റൂ. കാരണം ഇപ്പൊ മനസ്സ് മുഴുവൻ നീയാണ്. നീ, നിന്റെ ഭാവി, നിന്റെ ജീവിതം. ശരി, പോയി വരാം. ശരി. കഷ്ടകാലം വന്നപ്പോ ഞങ്ങളിട്ട് ഓടിപ്പോയിന്ന് കരുതല്ലേ? ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല, പറഞ്ഞതുമില്ലല്ലോ. അതെ, ഈ 4 എണ്ണത്തിനോടും എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ചെവിയിൽ ഓരോന്ന് ഓതി കൊടുത്തത് കേട്ട് ചാടി ഇറങ്ങിയതിന്റെ ഫല ഇപ്പൊ അനുഭവിക്കണേ. ഇനി ഇയാളുടെ ജീവനെടുക്കണോ? അതിനാണോ ഇപ്പൊ തിരിച്ചു വന്നിരിക്കണേ? ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവരല്ല വാരരെ ഞങ്ങള്. ആണോ? എന്നാ ദയവ് ചെയ്ത് ഇവിടുന്ന് ഒന്ന് പോവാ. അങ്ങനെ ഒരു നന്ദി കാട്ടുക ഇപ്പൊ വേണ്ടത്. നീലം വീണപ്പോ നമ്മൾ കാവല് വേണമായിരുന്നു. തെറ്റന്നെ നമ്മൾ കാണിച്ചത്. എന്ത് ചെയ്യാനാ, ശേഖരന് പെരട്ടി ബല. എന്നാൽ എത്ര നാളാ ഇരുട്ടിന്റെ മറവറ്റി കഴിയാ? തിരിച്ചു കൊടുക്കാൻ കഴിയും പോലെ കൊടുക്കണം, എന്നാലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ. വിടരുത്, ഈ നായ വിടരുത്.
കത്തിയ അതെനിക്ക് പുല്ല. പകരം നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയൊന്നാ. ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെ അല്ല. എനിക്കൊരു പടയിലും താല്പര്യവുമില്ല. നീ വെറുതെ പേടിക്കുകയാണ്. പേടിയല്ല നീലേണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹാരം കൂടൂ. നിന്നെ ഞാൻ ഇറക്കും. മുണ്ടക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല. നിനക്കതിന് കഴിയില്ല. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തളർന്നു പോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കിടെ വാതിലും ചവിട്ടി തുറന്ന് പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക. ഓർമ്മിപ്പിക്കാൻ നീ വെറുതെ ശ്രമം നടത്തണ്ട ചേര. നീ പോ. അങ്ങനെ മുണ്ടക്കല് കൊടി കയറി. കഴിഞ്ഞ കൊല്ലത്തെ ഉത്സവം ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. ഒന്ന് നിന്നേ, നിക്കാൻ നേരമില്ല വൈദ്യല്ലേ. ഉത്സവം എത്തിയില്ലേ, എല്ലാത്തിനും കിടന്നോടെ ഞാൻ ഒരാൾ വേണ്ടേ? ഇല്ലാത്ത സഭയുണ്ടാക്കി അച്യുതം വന്നിരിക്കണതേ കാര്യങ്ങൾ ഉറപ്പിച്ച് ഒരു തീയതി നിശ്ചയിക്കാനാ. എന്താ നീ പറയണത്? ഞങ്ങൾ തമ്മിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നു മാത്രം അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ല. തല വെട്ടെന്ന് പറഞ്ഞാലും ഭാനു ഇതിന് സമ്മതിക്കില്ല എന്ന്. അതിന് അച്യുതേട്ടൻ അച്ഛനെ കുറ്റം പറയണ്ട. തെറ്റച്ഛന്റെ അല്ല. ഭാനു, വിവരക്കേട് പറയരുത്. അച്ഛൻ നടക്കുന്നു കരുതിയതും വാക്ക് കൊടുത്തതും അതിലും വലിയ വിവരക്കേടല്ലേ? എടി അഹങ്കാരി, ആലോചിച്ച് സംസാരിക്കണം. നല്ലോണം ആലോചിച്ചിട്ടുണ്ട് എല്ലാം. അതെ അച്ഛാ, എല്ലാം. എന്നാ ഇപ്പൊ ഇവിടെ ഇറങ്ങണം ഈ നിമിഷം. അതും അറിയായിരുന്നു. ഒരു പെട്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് കുറച്ചു ദിവസമായി. എന്നാ അതെടുത്തോ, എന്നിട്ട് എവിടെ വെച്ചപ്പോ തോന്നുകൂടെ ജീവിച്ചോ. അച്ഛാ, അച്ഛൻ എന്തായി പറയണത്? കുട്ടി മിണ്ടരുത്. വേണ്ട അപ്പുമ്മേ, അവൾക്ക് ഇഷ്ടമില്ല അച്ഛാ. പിന്നെ നിർബന്ധിച്ചിട്ടെന്താ? ഇറക്കി വിടൊന്നും വേണ്ട. അച്യുതാ, ഞാനത്ര ഉളുപ്പ് കെട്ടവനൊന്നും അല്ല. നിന്റെ ചോറ ഞാനും ഇവറ്റകൾ ഇവിടെ ഇപ്പൊ തിന്നുന്നേ. കൂട്ടത്തോടെ ഇറങ്ങാൻ നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ തയ്യാറാ, സന്തോഷത്തോടെ. അയ്യോ, അപ്പൊ എന്താ പറയുന്നേ? എന്നാ ഞാനും അവളും കൂടെ പാടില്ല. പുകഞ്ഞു കൊള്ളി പുറത്ത്. വേറെ വഴിയില്ല മോളെ, നീ ഒന്നും പറയരുത്. അപ്പോ അത്രത്തോളായില്ലേ? ഇറങ്ങിപ്പോകാൻ അച്ഛൻ തന്നെ പറഞ്ഞു. ആ ഒരു സന്തോഷമുണ്ട്. സ്വന്തം തീരുമാനത്തിൽ ഇറങ്ങിയതല്ല എന്ന് പറയാലോ. സത്യം അതല്ലെങ്കിലും. വരേ, ആ പെട്ടിയും എടുത്തോളൂ. ഇവിടെ ആർക്കും വേണ്ടാത്ത രണ്ട് അനാഥ ആത്മാക്കളുടെ കൂടെ കഴിയാം. വാകുട്ടി, അകത്ത് ഒരുപാട് മുറികളുണ്ട്. ഇനി അടുക്കളയുടെയും കലവറയുടെയും താക്കോല് ഞാൻ അങ്ങ് തരും. എന്നിട്ട് താനെങ്ങടാ കാശിക്കോ? അത് മനസ്സിൽ വെച്ചോളൂ. ഇനിയുള്ള കാലം ബാനുവിന്റെ കൈകൊണ്ട് വല്ലതും വെച്ചുണ്ടാക്കി കഴിച്ചിട്ട് ഞാനൊന്ന് സുഖമായിട്ട് കഴിയാൻ പോവാ. അപ്പോ ഇയാൾ ഇവിടെ അടുക്കളപ്പണിക്ക് വന്നതെന്നാ തന്റെ വിചാരം? മംഗലശ്ശേരിക്ക് അപ്പുറത്ത് വിശാലമായ ഒരു ലോകം ഭാനുവിനെ കാത്തിരിപ്പുണ്ട്. യാത്ര തുടങ്ങാനാ ഭാനു ഇങ്ങോട്ട് വന്നത്. ചെല്ലു, ഇയാൾ ഇങ്ങനെ പല വിട്ടുതരങ്ങളും പറയും. വാര്യരെ അങ്ങനെ പൊട്ടനാക്കല്ലേ. ഇത്തിരി ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞാനേ കുറച്ചോണം കൂടുതലുണ്ടതാ. ഡിങ്ക ഡിങ്ക. കൂടുതൽ ഉണ്ണുന്നതാണ് ബുദ്ധിയുടെ മാനദണ്ഡം എന്ന് വെച്ചാ തനിക്ക് കുറച്ചൊന്നും അല്ല, കൂടുതൽ എന്നാ ബുദ്ധി. ഡിങ്കി ഡിങ്ക. വരേ വരേ. എന്താ? ടെലിഗ്രാം ഡൽഹിന്ന്. CS-ന്റെ ഉടനെ പുറപ്പെടണമെന്ന്. എന്താ? ആരുടെ കമ്പി? ഡൽഹിയിലെ ഭാനുവിന്റെ ഡാൻസ് പ്രോഗ്രാം 16-ാം തീയതി എന്ന് പറയുമ്പോ ഇങ്ങെത്തിയില്ലേ? ഇന്ന് 10-ആയി. നാളെ തന്നെ പുറപ്പെടണ്ടേ? താനിപ്പൊ തന്നെ വിട്ടോളൂ. തൃശ്ശൂരോ ഷൊർണൂരോ എവിടെ വേണേലും പോയി 2 ടിക്കറ്റ് ശരിയാക്ക. തന്റെ കൂടെ ഇവളെ വിട്ടാലത് ശരിയാവോടോ? വടക്കാഞ്ചേരിക്ക് അപ്പുറത്തെ ലോകം കണ്ടില്ലാത്ത കക്ഷിയാ. 2 ടിക്കറ്റോ? അപ്പോ നീലം വരുന്നില്ലെന്നോ? ഞാനോ? ഞാൻ എന്തിനാ ഈ വടിയൊക്കെ കുത്തിപ്പിടിച്ച്? അത് ബോറാ.
എന്നാ പിന്നെ ആരും പോകുന്നു കരുതണ്ട. പിന്നല്ലാതെ. വാശി പിടിക്കല്ലേ, അതിന്റെ ആവശ്യമില്ല. അതാ ഞാൻ. ആവശ്യമുണ്ട്. എവിടെയാച്ചാലും മുൻനിരയിലിരിക്കണം. എങ്കിലും ഞാൻ ചിലങ്ക കിട്ടു. എന്നാ ശരി, ഇനി അതുകൊണ്ടൊരു കുറവ് വരണ്ട. താനും എളുപ്പം ഇറങ്ങി വരേ. ഞാൻ റെഡിയല്ലേ? എന്താ ഒരാലോചന? ഞാൻ ഓരോ കാര്യങ്ങൾ ഓർത്തങ്ങനെ നിന്നുപോയി. ഗംഭീരാവണം പ്രോഗ്രാം. പലരും ഉണ്ടാവും കേമന്മാർ. നൃത്തം കഴിയുമ്പോ ബാക്ക് സ്റ്റേജിൽ അഭിനന്ദിക്കാൻ വരുന്ന മഹാന്മാരുടെ ബഹളം. ഞാനതിങ്ങനെ മനസ്സിൽ കാണുമായിരുന്നു. സത്യം പറയട്ടെ, എനിക്കിപ്പോ വലിയ മോഹങ്ങളൊന്നുമില്ല. നൃത്തത്തിനോടുള്ള ആ ആവേശമൊക്കെ വിട്ടുപോയെന്ന് തോന്നുക. വിഡ്ഢിത്തരം പറയരുത്. ആ ആവേശമാണ് പ്രാണവായു പോലെ കൂടെ വേണ്ടത്. പിന്നെ മോഹങ്ങൾ ഒരുപാട് മോഹിച്ചാലേ കുറെയെങ്കിലും നടക്കൂ. ആകാശത്തോളം മോഹിച്ചോളൂ, ഒരു കുന്നോളം കിട്ടും. ഇതുകൊണ്ടൊന്നും ആയില്ല. കടലും കടന്നു ചെല്ലണം. കാലുകുത്ത് നരങ്ങുകളെല്ലാം കീഴടക്കണം. ഇതിനിടെ മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട്. വിവാഹം. നാടെല്ലാം ആശീർവാദം ചൊരിയാനെത്തുന്ന ഒരു വിവാഹം. അതും കൂടെ എന്റെ ബാധ്യതയാണ്. അതെപ്പോഴും ആവാലോ. ഇത്ര അടുത്തില്ലേ? ഞാൻ കഴുത്തു കുനിക്കുന്നു, ഒരു ചരടെടുത്ത് ഇങ്ങോട്ട് കെട്ടുന്നു, കഴിഞ്ഞു. ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടിയും മംഗളവാദ്യം ഉണ്ടാവും. ഭാനു, അബദ്ധം പറയരുത്. അബദ്ധമല്ല, മനസ്സിലെന്നോ നിശ്ചയിച്ചുറപ്പിച്ചതാണ്. നടക്കില്ല, നടക്കാൻ പാടില്ല. ഭാവിയുടെ വാതിലുകൾ മുമ്പിൽ തുറന്നു കിട്ടുമ്പോ വഴിമുടക്കുന്ന കാര്യമാണോ ചിന്തിക്കുന്നത്? വഴി തുറന്നു തരുന്ന ആളെങ്ങനെ വഴിമുടക്കിയാവും? എനിക്കതിനുള്ള അർഹതയില്ല കുട്ടി. എന്ന് ഞാനാ പറയേണ്ടത്. നിനക്കറിയില്ലേ, എന്റെ ഇഷ്ടത്തിന് വഴങ്ങുന്ന ശരീരം പോലും എനിക്കില്ല. പിന്നെയുണ്ട് ഒരുപാട് കാരണങ്ങൾ. എനിക്കതിനും മാത്രമുള്ള വിലയില്ല. അതാണോ കാരണം? ഒരുപാട് കൂടുതലാണ്. നിനക്കറിയാൻ പാടില്ലാത്ത സത്യങ്ങളുണ്ട്. എന്റെ ജന്മം തന്നെ. അരുത്, ഒന്നും പറയരുത്. അമ്മയെ കാണാൻ പോയി തിരിച്ചെത്തിയ രാത്രി അന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വേണ്ട, ആ വിഷയം അവസാനിപ്പിക്കാം. എല്ലാം തന്റെ നന്മയ്ക്കായിരുന്നുവെന്ന് പിന്നീട് ബോധ്യമാവും. കുട്ടിയുടെ നന്മയെ കരുതിയാവും. ആ നന്മ എനിക്ക് വേണ്ട. ഈ ജന്മം മുഴുവൻ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ളൊരു അവകാശം, അത്രേ ഞാൻ കൊതിക്കുന്നുള്ളൂ. മോളെ, നീ നാളെ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട കലാകാരിയാണ്. പക്ഷെ ഞാനൊരു പെണ്ണും കൂടിയാണ് വാര്യരമ്മാവ. ഇത്തിരി മോഹങ്ങൾ ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്. അതെല്ലാം മറക്കുന്നതിൽ എളുപ്പം മരിക്കുന്നത്. ഉറങ്ങിയില്ലേ? ഇല്ല. ആ കുട്ടിയുടെ കണ്ണ് തുറന്നിട്ടില്ല. ഒരു നേരം പോക്ക് പറഞ്ഞു. നടക്കാൻ പാടില്ലാത്ത ഒരു വിഡ്ഢിത്തം. നീല, ഒന്നിങ്ങോട്ട് നോക്കുക. ഞാൻ ആ മുഖം ഒന്ന് കാണട്ടെ. ഏതിരുട്ടിൽ വേണമെങ്കിലും വിളിച്ചോളൂ. പക്ഷേ ഈ കണ്ണെനിക്ക് കാണാമെങ്കിൽ ആ ഹൃദയം എനിക്കറിയാൻ പറ്റും. ഇന്ന് ഈ ദേഹത്ത് ജീവൻ തുടിക്കുന്നുണ്ടെങ്കിൽ അത് മരുന്നിന്റെയും മന്ത്രത്തിന്റെ അല്ല, ആ കുട്ടിയുടെ പ്രാർത്ഥനയുടെയും സാമീപ്യത്തിന്റെയും ഫല. എന്റെ മുഖത്ത് നോക്കി പറയൂ, നീലാണ്ടന് ഭാനുമതി ഇല്ലാതെ പൂർണ്ണതയുണ്ടോ? ഭാര്യരെ,
വിഷം തരാൻ ആവശ്യപ്പെട്ട് എനിക്കൊരു സ്ഥാനം നൽകിയിരുന്നല്ലോ അച്ഛന്റെ. ആ സ്ഥാനം സ്വീകരിച്ചിട്ട് പറയാ, ആ കുട്ടിയുടെ കണ്ണീർ തുടയ്ക്കണം. അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാവോളം അതിനെ നെഞ്ചിൽ ചേർത്ത് നിർത്തണം. മനസ്സിടറി അതാ കാല്. പുണ്യമാണ് നീ, കോടി പുണ്യം. മുറിവിൽ തേൻ പുരട്ടുന്ന നിന്റെ സാന്നിധ്യം വേണ്ടെന്ന് വെക്കാൻ തോന്നിയത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതലുണ്ട്. ഇനി ഒന്നിനും, മരണത്തിന് പോലും നിന്നെ വിട്ടുകൊടുക്കില്ല. മോളെ. ഭാനുച്ചി, ഇന്ന് രാവിലെ എന്റെ കല്യാണമായിരുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി അച്ഛനോട്. ചേച്ചി വന്നൊന്ന് കാണാൻ കൂടെ സമ്മതിച്ചില്ല. ചേച്ചി ആഗ്രഹിച്ച അച്യുതേട്ടൻ എന്തൊരു വെട്ടിയാ. മൂപ്പർക്ക് എന്തുകൊണ്ടും ചേരുക ഞാനാന്ന് ഓർക്കണ്ടായിരുന്നു. മോളെ, അച്ഛന് സമാധാനായി. ഇനിയൊരു കുടിയൊഴിപ്പിക്കൽ ഉണ്ടാവില്ലല്ലോ. പോരെങ്കിൽ ഇപ്പോ മരുവിന്റെ വീടും സ്വത്തും നോക്കി നടത്തുന്ന എന്റെ അന്തസ്സും. നിനക്കിഷ്ടമല്ലാതെ ഇഷ്ടവും ഇഷ്ടക്കേടും എന്നെ പോലൊരു പെണ്ണിന് അങ്ങനെയൊക്കെ ഉണ്ടോ? കിട്ടിയത് മഹാഭാഗ്യം എന്ന് കരുതല്ലാണ്ട്. ഭാരതി ചേച്ചി വിളിക്കണം. മോള്, എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോ എന്നെ അറിയിക്കാൻ മറക്കരുതേ ചേച്ചി. അവൾക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കൂ. എന്റെ അനിയത്തി. അരുത്, കരയരുത്. ചെല്ലു, ഒരുക്കങ്ങളെല്ലാം തീർക്കണ്ടേ? മനസ്സിലിനി ഇന്നത്തെ യാത്ര മാത്രം, അതേ പാടുള്ളൂ. എനിക്ക് അച്ഛനെ ചെന്നൊന്ന് കാണണം. ശാപം ഏൽക്കാതിരിക്കാൻ ആ കാലിൽ തൊട്ടൊന്ന് നമസ്കരിക്കണം. കാണുന്നതേ ചതുർത്ഥിയായിരിക്കും എന്നറിയാം. എന്നാലും എന്നാ വേഗം വേണം, സമയമില്ല. എനിക്ക് ഇത്തിരി ധൃതി കൂടുതലുണ്ടല്ലേ, ഒരു എക്സൈറ്റ്മെന്റ്. ചെല്ലേ. ഞാൻ പറയായിരുന്നേ, ഒരു കണക്കിന് ഈ അന്നദാനം നന്നായത്. ഒരു വിവാഹ സദ്യ എന്നൊക്കെ പറയുമ്പോ എന്താ ചെലവ്? പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നല്ലോ. ആരെയും വിളിക്കാനും പറയാനും ഒന്നും പറ്റിയില്ല. പിന്നെ നോക്കിയപ്പോഴേ എനിക്ക് എന്റെ അനിയത്തിയുടെ കല്യാണം കാണാൻ പറ്റിയില്ല. അതിന്റെ പേര് കിട്ടുന്ന ഒരു പിടി ചോറ് അത് ഞാൻ തിന്നോട്ടെ അച്ഛ. അച്ഛന് വെറുപ്പാണെന്നറിയാം. യാത്ര പറയാനും അനുഗ്രഹം വാങ്ങാനുമാണ് ഞാൻ വന്നത്. ഞാനിന്ന് പോവാണ്. അച്ഛൻ മറന്നു കഴിഞ്ഞ ആ പഴയ സ്വപ്നം ശപിക്കരുത് അച്ഛ. അച്ഛന്റെ ഭാനു തെറ്റൊന്നും ചെയ്തിട്ടില്ല. അച്ഛനൊന്നും മറന്നതല്ല മോളെ. വിധി അച്ഛനെയും മോളെ ഒക്കെ മാറ്റിയതാ. ശപിക്കാൻ അച്ഛന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ കുട്ടിക്ക്?
നീ വന്നു അല്ലേ? ശേഖര, ഭാനുമതി അവളെ ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യാൻ? അത്തരത്തിലൊരു ഊച്ചാളി അല്ലടാ ശേഖരൻ. നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് അങ്ങനെ ഒരു വഴി നോക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അവളവിടെ ധൃതി വെക്കാതെ അവൾ ഇവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം നീ അലങ്കോലമാക്കിയ ഉത്സവം, അന്ന് നാലുപാടും വിരണ്ടോടിയ അതേ നാട്ടുകാർ. ഇക്കുറി നിന്നെ എനിക്ക് ഇവിടെ കിട്ടണമായിരുന്നു. എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. എന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. ശേഖര, ഞാൻ എന്തും തരാൻ തയ്യാറാണ്. നീ എനിക്ക് ഒന്നും തരണ്ട. ഞാൻ തരുന്നത് നീ വാങ്ങിച്ചാ മതി. ഈ പുരുഷാരം നോക്കി നിൽക്കേ, ഞാൻ നിന്നെ തല്ലാൻ പോവുക, പട്ടിയെ തല്ലും പോലെ. തിരിച്ച് നീ കൈ പൊക്കരുത്. പൊക്കിയാൽ വെടിമരുന്ന് പോലെ കത്തും. അവളുടെ കരച്ചില് പോലും പിന്നെ നീ കേൾക്കില്ല. നീലകണ്ഠനെ ശേഖരൻ ജയിക്കുന്നതിന് ഈ ആളുകൾ മുഴുവൻ സാക്ഷിയാവണം. എന്നാലേ എന്റെ കലി തീരൂ. നീല
ശേര, എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് തടസ്സം നിൽക്കാൻ ഇനി നിന്റെ കൈകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാനിത് എടുക്കുക. Oh!